الحمد لله الولي الحميد للعرش المجيد الفعال لما يريد. أحمده سبحانه وعد الشاكرين بالمزيد. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. فاتقوا الله رحمكم الله. فتقوى الله عليها المعول وعليكم بما كان عليه السلف الصالح والصدر الأول. سارعوا إلى مغفرة ربكم ومرضاته وأجيبوا داعي ربكم إلى دار كراماته وجناته. لك الحمد ربنا بالإسلام ولك الحمد بالقرآن ولك الحمد بالأهل والمال والمعافاة. كبت عدونا وبسطت رزقنا وأظهرت أمننا وجمعت فرقتنا وأحسنت معافاتنا ومن كل ما سألناك ربنا أعطيتنا. لك الحمد حتى ترضى ولك الحمد إذا رضيت ولوجهك الدائم الباقي الخير. فالحمد لله رب العالمين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ അടിയാറുകളിൽ ഉൾപ്പെടാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങൾ നാഥൻ പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ മക്ക ഫത്ഹ് സമാഗതമാവുന്നതിന് മുമ്പ് കഅബയുടെ താക്കോൽ ഏൽപ്പിക്കപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ഉസാമത്ത് ബിൻ തൽഹ എന്ന് പറയുന്ന പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയും ഹിജ്റയ്ക്ക് ശേഷമുള്ള 6-ാം വർഷത്തിൽ മദീനയാകുന്ന രാഷ്ട്രവും മക്കയിലെ സഖ്യകക്ഷികളുമായി പ്രവാചകൻ ഒരു കരാറിൽ ഏർപ്പെടുന്നുണ്ട്. ആ കരാറിന് ശേഷം 2 വർഷം സമാധാനപൂർണമായ അന്തരീക്ഷത്തിൽ മദീനയും മക്കയുമാകുന്ന രാഷ്ട്രങ്ങൾ വിഭിന്ന ദേശങ്ങൾ മുന്നോട്ട് പോവുകയും ഹിജ്റയുടെ 8-ാം വർഷത്തിൽ മക്ക ഫത്ഹ് സമാഗതമാവുകയും ചെയ്തു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ അനുയായികളുമായി മക്കയിലേക്ക് കടന്നു വരികയാണ്. ജാൽ ഹഖ് വസഹഖൽ ബാത്തിൽ
ഇന്നൽ ബാതില കാന സഹൂഖ. സത്യം വന്നിരിക്കുന്നു, അസത്യം മാഞ്ഞുപോയി, അസത്യം മാഞ്ഞു പോകേണ്ടത് തന്നെയാണ് എന്നുള്ള പ്രഖ്യാപനവുമായി അവർ കടന്നു വന്നു. ആ ഒരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കടന്നു വന്ന പ്രവാചകനും പ്രവാചകന്റെ അനുചരന്മാരും കഅബാലയത്തിന്റെ അകത്തേക്ക് കടക്കുകയും അത് ശുദ്ധീകരിക്കുകയും ചെയ്തു. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു വിജയത്തിന്റെ കരഘോഷം മുഴക്കിക്കൊണ്ട് അവിടെ ബാങ്കിന്റെ മധുരമായ ധ്വനികൾ മുഴക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിനകത്ത് 2 റക്അത്ത് നമസ്കരിച്ചതിനു ശേഷം തിരിച്ചു വരികയാണ്. അവരുടെ സാഹചര്യത്തിൽ അബ്ബാസിനെ പോലുള്ള പ്രവാചകന്റെ കുടുംബവുമായി ഏറെ അടുത്ത ആളുകൾ, പ്രവാചകന്റെ ഉപ്പയുടെ അനിയനായിട്ടുള്ള എളാപ്പയായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് പ്രവാചകനോട് ആ കഅബാലയത്തിന്റെ താക്കോലിന് വേണ്ടി കൈ നീട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് പ്രവാചകന്റെ മരുമകനാണ്. സയ്യിദത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ്. പ്രവാചകന്റെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത വ്യക്തിയാണ്. അദ്ദേഹവും പ്രവാചകനോട് കഅബാലയത്തിന്റെ താക്കോലിന് വേണ്ടി കൈനീട്ടിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകന്റെ കുടുംബം ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ കുടുംബത്തിലെ പ്രവാചക കുടുംബത്തിലെ ആളുകളിലേക്ക് പ്രവാചകൻ ആ താക്കോൽ കൈമാറ്റം ചെയ്യപ്പെടുമെന്നുള്ളതാണ്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമത്ത് ബിൻ ത്വൽഹയിൽ നിന്ന് ആ കഅബാലയത്തിന്റെ താക്കോൽ ഒരു അമാനത്ത് എന്നോണം അദ്ദേഹത്തിൽ നിന്ന് വാങ്ങുകയും ശേഷം അദ്ദേഹത്തെ തന്നെ തിരിച്ചേൽപ്പിക്കുകയുമാണ് ചെയ്തിരുന്നത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തമായ തീരുമാനമായിരുന്നില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുകയും അല്ലാഹുവിന്റെ പ്രവാചകന് നൽകിയിട്ടുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ ആ താക്കോൽ തിരിച്ചേൽപ്പിക്കുന്ന സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം അവതീർണമായി കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്നല്ലാഹ യഅ്മുറുകും, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്, അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, നിങ്ങളുടെ അമാനത്തുകൾ, നിങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ചിട്ടുള്ള, നിങ്ങളിലേക്ക് വിശ്വസിച്ചേൽപ്പിച്ചിട്ടുള്ള സ്വത്തുക്കളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അത് ഭംഗിയായി നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പറയുന്നത്, വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ, നിങ്ങൾ ആളുകൾക്കിടയിൽ വിധി കൽപ്പിക്കുന്ന സാഹചര്യത്തിൽ നീതിയോടുകൂടി നിങ്ങൾ വിധി കൽപ്പിക്കുകയും ചെയ്യണമെന്ന്. ഇന്നല്ലാഹ നിഅമ്മ യഇദുകും ബി, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന നിങ്ങൾക്ക് സദുപദേശം നൽകുകയാണ്. ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് എന്നുള്ള ആ ഒരു പ്രഖ്യാപനം വിശുദ്ധ ഖുർആനിന്റെ വചനം ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് അമാനത്തുകൾ എന്ന് പറയുന്നത് ഏൽപ്പിക്കപ്പെട്ട ഒരു ജനതയാണ് നമ്മൾ. വ്യക്തിപരമായ അമാനത്തുകൾ, കുടുംബപരമായ അമാനത്തുകൾ, പൊതുമുതലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ ആ ഏൽപ്പിക്കപ്പെട്ട അമാനത്തുകളെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാകുന്ന ഇസ്ലാമിക സമാജത്തിന്റെ നിർബന്ധമായ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ രണാങ്കളത്തിൽ നിന്ന് പ്രവാചകന്റെ അനുചരന്മാർ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ മടങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെയുണ്ടായിരുന്ന യുദ്ധാനന്തര മുതലുകൾ
അവിടെ ലഭിച്ചിട്ടുള്ള യുദ്ധാനന്തര മുതലുകൾ അത് കണ്ടുകൊണ്ട് മുനാഫിഖുകൾ അവരിൽ ഇടപെടുകയും അങ്ങനെ വലിയ അർത്ഥത്തിലുള്ള ഓരോ തെറ്റിദ്ധാരണ പ്രവാചകന് നേരെ പരത്തുകയും ചെയ്തു. യുദ്ധമുതലിൽ നിന്ന് ചുവന്ന ഒരു പുതപ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബത്തിനു വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതായിരുന്നു മുനാഫിഖുകൾ അവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, അവിടെ പ്രഖ്യാപിച്ച കളവ് എന്നുള്ളത്. എന്നാൽ അതിന്റെ വസ്തുതകളെ തിരുത്തിക്കൊണ്ട് അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ യാഥാർത്ഥ്യമില്ലാത്ത ഒരു ആരോപണം വന്നിട്ടുള്ള സാഹചര്യത്തിൽ പോലും അങ്ങനെയുള്ള പൊതുമെതിരിനെ എങ്ങനെ സമീപിക്കണം, എന്ത് സമീപനമാണ് അവിടെ സ്വീകരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വമാ കാന ലിനബിയ്യിൻ അൻ യഗുല്ല, പ്രവാചകനായിരുന്നാലും ശരി, ഇനി ഏതൊക്കെ അർത്ഥത്തിൽ ആ സമാജത്തിന്റെ അതിനെ പ്രതിനിധീകരിക്കുന്ന ഉത്തരവാദിത്വമുള്ള ആളുകളായിരുന്നാലും ശരി, ആ പ്രവാചകനെ പോലും പാടുള്ളതല്ല എന്ത് അയ്യബുല്ല, പൊതുമുതലിൽ നിന്ന് ഒരു വസ്തുവും വഞ്ചിച്ചെടുക്കുക എന്നുള്ളത്. ഇനി അങ്ങനെ ആരെങ്കിലും പൊതുമുതലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചെടുത്തുകൊണ്ട് അങ്ങനെയുള്ള അഴിമതിയിൽ കാരണമായി തന്റെ കയ്യിൽ അകാരണമായി വല്ല വസ്തുക്കളോ പൊതുമുതലിൽ നിന്നുള്ള വല്ല സമ്പാദ്യമോ വസ്തുക്കളോ അങ്ങനെ മോഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ വരുന്ന സാഹചര്യത്തിൽ നാളെ പരലോകത്ത് മഹ്ശറ ലോകത്ത് ജനമഹാസമുദ്രത്തിനിടയിൽ ഈ മനുഷ്യർ കടന്നു വരുമ്പോൾ അവർ ആർജിച്ചെടുത്തിട്ടുള്ള ആ സ്വത്തുക്കൾ നന്മയിലുള്ളതാണെങ്കിൽ അവർക്ക് നന്മയും, അതുപോലെ തന്നെ തിന്മ കൊണ്ടുള്ളതാണെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദനയേറിയ ശിക്ഷയും ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയുള്ള അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ നീതിപൂർവം അവർക്ക് അതിന്റെ പരിമിത ഫലം നൽകുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ ശിക്ഷയും നന്മയും നൽകുക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് വഹും ലാ യുദ്ലമൂൻ, അവരോട് യാതൊരു തരത്തിലുള്ള അക്രമവും കാണിക്കാത്ത രൂപത്തിൽ അവരോട് അതിൻ്റെതായ അർത്ഥത്തിൽ നീതി പുലർത്തിക്കൊണ്ടായിരിക്കും അല്ലാഹുവിന്റെ നീതി പുലർത്തിക്കൊണ്ടായിരിക്കും അവർക്കുള്ള നന്മ തിന്മ ശിക്ഷകൾ ലഭിക്കുക എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഓതിപ്പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, لا ألفين أحدكم يجيء يوم القيامة على رقبته بعير له رغام. ഒരു മനുഷ്യൻ മഹ്ശറ ലോകത്തേക്ക് കടന്നു വരികയാണ്. ആ കടന്നു വരുന്ന മനുഷ്യന്റെ പിരടിയിൽ അവർക്ക് താങ്ങാനാകാത്ത വിധത്തിലുള്ള ഒരു ഒട്ടകത്തിന്റെ ഭാരം വഹിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ കടന്നു വരുന്നത്. ആ കാലഘട്ടത്തിന്റെ ഒരു ഉപമയെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഉപമിച്ചുകൊണ്ടാണ്, മാട് ഒട്ടകമാണ് ആ കാലഘട്ടത്തിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കഴുതകളും കുതിരകളും ഒക്കെയായിരുന്നു അറേബ്യയിലെ ആ കാലഘട്ടത്തിന്റെ ജനസമൂഹത്തിന്റെ സാമ്പത്തികമായ വ്യവഹാരങ്ങളുടെയും അതുപോലെ തന്നെ അവരുടെ സ്വത്തിന്റെയും ഒക്കെ മാനദണ്ഡം നിർണയിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ഉദാഹരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫയഖൂലു യാ മുഹമ്മദ് അഗ്നി. അങ്ങനെ ആ മനുഷ്യൻ ഒട്ടകത്തിന്റെ താങ്ങാനാകാത്ത ഭാരം ചുമന്നുകൊണ്ട് മഹ്ശറയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഫയഖൂൽ പറയും, യാ മുഹമ്മദ് അഗ്നി, ഓ മുഹമ്മദ് എന്നെ ഒന്ന് രക്ഷിക്കണം, സഹായിക്കണം. അങ്ങനെ അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, അഗ്നി, എന്നെ നിങ്ങൾ സഹായിക്കണമെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകനെ നോക്കിക്കൊണ്ട് വിലപിച്ചുകൊണ്ട് ആ മനുഷ്യനോട് അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത്, ഫഅഖൂലു ലാ അംലികു ലക്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമെന്നാണ്, ഫഅഖൂലു ലാ അംലികു ലക മിനല്ലാഹി ഷൈഅൻ ഖദ് അബ്ലഗത. നിന്റെ മേലിൽ
ഇന്നത്തെ ദിവസം എനിക്ക് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവുമില്ല, നീയാകുന്ന മനുഷ്യനെ കുറിച്ച് എനിക്ക് ഒരു തരത്തിലുമുള്ള ഉത്തരവാദിത്വവുമില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവരോട് വിളിച്ചു പറയുമെന്നും, അങ്ങനെ അല്ലാഹുവിന്റെ ദുനിയാവിൽ വെച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ദുനിയാവിൽ വെച്ചുകൊണ്ട് വിവിധങ്ങളായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളിലൂടെ പുതുമതിലിനോട് നീ കാണിക്കേണ്ട സത്യസന്ധതയെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവരോട് പറയുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രബലമായ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മനുഷ്യൻ അവൻ സൽക്കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ടത്. മനുഷ്യൻ മരണപ്പെട്ടു പോയാലും അവന്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ് ജാരിയായ സ്വതക്ക എന്നുള്ളത്. അതുപോലെ തന്നെ മനുഷ്യൻ ഉപകാരപ്രദമായിട്ടുള്ള വിജ്ഞാനങ്ങൾ, ഒരു മനുഷ്യന് നേടുന്ന വിജ്ഞാനങ്ങൾ അവന്റെ എഴുത്തിലൂടെ, അവന്റെ പ്രഭാഷണങ്ങളിലൂടെ, അവൻ മറ്റുള്ളവർക്ക് നൽകുന്ന ക്ലാസുകളിലൂടെ പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ഉപകാരപ്പെടുന്ന വിജ്ഞാനങ്ങൾ, അതും മരണാനന്തരമായ ലോകത്ത് അവന് പുണ്യം ലഭിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സന്താനങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഭൗതികമായ ലോകത്ത് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ കടന്നുപോയാലും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് നിലച്ചു പോകാത്ത നന്മയായി ബാക്കി വെക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ജാരിയായ സദഖകളെയാണ് നമ്മൾ പലപ്പോഴും വഖഫ് എന്ന് വിളിക്കാറുള്ളത്. ആ അർത്ഥത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള ഇത്തരത്തിലുള്ള സദഖയുമായി ബന്ധപ്പെട്ട പുണ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഒരുപാട് മനുഷ്യർ നല്ലതായിട്ടുള്ള വസ്തുക്കളെ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ വഖഫായി നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വത്തുക്കളിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ വിനിമയം ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നൽകുന്ന ആ അർത്ഥത്തിൽ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന എന്ന് പറയപ്പെടുന്ന അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ നൽകുന്ന ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത് അതൊരു കർഷകൻ അവന്റെ വിളയിടത്തിലേക്ക് ഒരു വിത്ത് എറിയുകയാണ്. ആ വിത്തിൽ നിന്ന് ഒരു ചെടി മുള പൊട്ടുകയാണ്. ആ മുള പൊട്ടിയിരിക്കുന്ന ചെടിയിൽ 7 തരത്തിലുള്ള കതിരുകൾ രൂപപ്പെടുകയാണ്. ആ 7-ൽ 100ഓളം വരുന്ന ധാന്യമണികൾ വിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന മനോഹരമായ, വളരെ കാവ്യാത്മകമായ, സർഗാത്മകമായ, രചനാത്മകമായ ഒരു അർത്ഥത്തിലുള്ള ഒരു വർണ്ണന വിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. അതായത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ നൽകുന്ന ഈ വഖഫ് മുതലുകൾ, അതുപോലെ തന്നെ നമ്മുടെ ദാനധർമ്മങ്ങളെല്ലാം ആ അർത്ഥത്തിൽ ഉയർന്നു വരും എന്നുള്ളതാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ എണ്ണി തിട്ടപ്പെടുത്താനാകാത്ത പുണ്യങ്ങളെ മനുഷ്യർക്ക് നൽകും എന്നുള്ളതാണ് ഈ ജാരിയായ സദഖ പോലെയുള്ള വഖഫിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒരു വസ്തു സ്വന്തം അധികാരത്തിൽ നിന്ന് അല്ലാഹുവിന്റെ തൃപ്തിക്കായി കൊണ്ട് പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിന്റെ ക്രയവിക്രയങ്ങളെ തടഞ്ഞു വെക്കുന്നതിനെയാണ് നമ്മൾ വഖഫ് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുക എന്ന് പറയുന്നത് അവിടുത്തെ സ്വഹാബത്ത് പുലർത്തിയിരുന്ന, വളരെ വാത്സല്യത്തോടു കൂടി കൊണ്ടു നടന്നിരുന്ന ഒരു കാര്യമായിരുന്നു, ഒരു സ്വഭാവ ഗുണമായിരുന്നു.
മുഹൈരിഖ് എന്ന് പറയുന്ന ഒരു ജൂതന്റെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ മുഹൈരിഖ് ഉഹദിന്റെ രണാങ്കളത്തിൽ ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉഹദിൽ രക്തസാക്ഷിയാകുന്നുണ്ട്. അദ്ദേഹത്തിന് 7 തോട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ മദീനയാകുന്ന സ്വന്തം രാഷ്ട്രത്തിനു വേണ്ടി, സ്വന്തം നാടിനു വേണ്ടി ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പ്രവാചകനോട് അദ്ദേഹം വസിയ്യത്ത് ചെയ്യുന്നുണ്ട്, ഞാനെങ്ങാനും ഈ യുദ്ധത്തിൽ, ഈ ഉഹദിന്റെ രണാങ്കണത്തിൽ മരണപ്പെട്ടാൽ എന്റെ അനന്തരമുള്ള സ്വത്തുക്കൾ നിങ്ങൾ വഖഫായി സ്വീകരിക്കണമെന്ന്. അങ്ങനെയാണ് അൻസാറുകളിൽ നിന്നും മദീനയിലെ ആദ്യത്തെ വഖഫ് പിറവിയെടുക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു ഭൂമി ഉണ്ടായിരുന്നു. ആ ഭൂമി എന്തു ചെയ്യണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ അതിന്റെ മൂല്യത്തെ നിലനിർത്തുക, ആ ഭൂമിയുടെ മൂല്യത്തെ നിലനിർത്തുക, നീ അതിന്റെ അസ്ലിനെ നിലനിർത്തുക, അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ നീ പൊതുസമൂഹത്തിന് നൽകുക. അങ്ങനെ മുഹാജിറുകളിൽ നിന്ന് ആദ്യത്തെ വഖഫ് ചെയ്യുന്നത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയിട്ടുള്ള വഖഫ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെയും പ്രവാചകന്റെ സമ്പാദ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു കോവർ കഴുതയെയും പ്രവാചകൻ ഉണ്ടായിരുന്ന ചെറിയ ഒരു ഭൂസ്വത്തും വഖഫ് നൽകിയതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെയുള്ള ഒരുപാട് ഇടപെടലുകൾ, അങ്ങനെയാണ് ഇസ്ലാമിക സമാജം ഇതുവരെയും കാലങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും നല്ല സൽക്കർമ്മികളായ മനുഷ്യർ ഒരുപാട് വഖഫ് സ്വത്തുകൾ നൽകുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് ഇത് ഇസ്ലാമിലെ വഖഫുമായി ബന്ധപ്പെട്ട, വാഖഫുകളുമായി ബന്ധപ്പെട്ട ആളുകളുടെ ചരിത്രമാണ്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വൈദേശിക ആധിപത്യത്തിന്റെ ശക്തികൾ കടന്നു വരുന്നതിന് മുമ്പ് 1000 വർഷം വിവിധങ്ങളായ മുസ്ലിം നാട്ടുരാജാക്കന്മാർ ഭരിച്ച നാടാണ്. തമിഴ്നാട്ടിലെ ആക്കോട് നവാബുമാർ, ആന്ധ്രയിലെ സുൽത്താൻമാർ, മൈസൂരിലെ നൈസാബുമാർ, അങ്ങനെയൊക്കെയുള്ള തുഗ്ലക് വംശം പോലെ മുഗൾ വംശം തുടങ്ങിയ നിരവധിയായ കാലഘട്ടങ്ങളിൽ വഖഫ് ചെയ്യപ്പെട്ട ഒരുപാട് ഭൂമികൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ആരാധനാലയങ്ങൾക്ക് വേണ്ടി, അവരുടെ ആതുരാലയങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടത്. ഇന്ത്യയിൽ നിന്ന് വൈദേശിക ആധിപത്യ ശക്തികൾ കടന്നുപോയതിനു ശേഷം 1947 ശേഷം സ്വാതന്ത്ര്യമാക്കപ്പെട്ട ഇന്ത്യ രാജ്യത്ത് 1954 രൂപീകരിക്കപ്പെട്ട വഖഫ് നിയമങ്ങൾ എന്ന് പറയുന്നത് 1995 അത് അമെൻഡ്മെന്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള വഖഫ് സ്വത്തുക്കൾ അന്യാധീനം വിട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി നിയമപരമായി പരിരക്ഷ നൽകിക്കൊണ്ട് ദേശീയ തലത്തിൽ ഒരു വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെടുന്നുണ്ട്. സംസ്ഥാന തലത്തിൽ അതിൻ്റെതായ ഫെഡറൽ സംവിധാനത്തോടുകൂടി വിവിധങ്ങളായ സംസ്ഥാനങ്ങൾക്ക് വഖഫ് ബോർഡുകളുമുണ്ട്. എന്നാൽ ഇന്ന് ഈ രാജ്യത്ത് വലിയ അർത്ഥത്തിൽ കയ്യേറ്റങ്ങൾ നടത്തപ്പെട്ടു വിവിധങ്ങളായ ആളുകളുടെ അമിതാധികാരത്തിൽ പ്രയോഗമായി അവർ വിവിധങ്ങളായ ആളുകളെ കബളിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പലതും അന്യാധീനമായി പോയിക്കൊണ്ടിരിക്കുകയും നിലനിൽക്കുന്ന വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ അർത്ഥത്തിൽ അതിന്റെ ഗുണഭോക്താക്കൾ ഇന്ന് വിവിധങ്ങളായ മതജാതി വിഭാഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് പുതിയൊരു വഖഫ് ഭേദഗതിക്ക് വേണ്ടി ബില്ല് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ആ ബില്ലിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വഖഫ്
വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രൈബ്യൂണലിൽ ജുഡീഷ്യറിയുടെ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിക്കൊണ്ട് അവിടെ ബ്യൂറോക്രസിയിലെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് അതിന്റെ നിയന്ത്രണം ഏൽപ്പിക്കണമെന്നുള്ളതാണ്. മാത്രമല്ല, വഖഫുമായി ബന്ധപ്പെട്ട നമ്മുടെ ഏത് സ്ഥാപനവും ആർക്കും ഏതർത്ഥത്തിലും കയറി വരുവാനും അവർക്ക് ഏതർത്ഥത്തിലുമുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് അനുസരിച്ച് ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിലേക്ക് കഴികടത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബില്ലാണ് നമ്മുടെ പാർലമെന്റിൽ ഇന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പേരിൽ ഭൂമി വഖഫ് ചെയ്യുന്നതിനാൽ ആ ഭൂമിയായി ബന്ധപ്പെട്ട അതിന്റെ കൈകാര്യകർത്തങ്ങൾ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് വിനിയോഗിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ ഭൂമിയാണ് വഖഫ് ഭൂമികൾ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അതിൽ ഇടപെടാൻ അവകാശമുള്ളത്. പക്ഷേ അനന്തരാവകാശികൾക്ക് വകുപ്പുമായി ബന്ധപ്പെട്ട് അവകാശങ്ങൾ ഉന്നയിക്കാമെന്നുള്ള അർത്ഥത്തിലുള്ള ഭേദഗതികളാണ് കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, വാക്കുകൊണ്ട് വഖഫ് ചെയ്യപ്പെട്ട ഭൂമികൾ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു മനുഷ്യൻ അവന്റെ ഭൂമി വഖഫ് ചെയ്യുക എന്ന് പറയുന്നത് വാക്കാൽ സാധിക്കാത്തതാണെന്നും രേഖാമൂലം മാത്രമേ അത് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അവകാശവാദങ്ങൾ അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. മുസ്ലിമാണ് വഖഫ് കൊണ്ടു നടക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മുസ്ലിംകളിൽ തന്നെ ഗണേശുമാരി കണക്കനുസരിച്ച് അതല്ല, രേഖയിൽ മാത്രം മുസ്ലിം എന്ന പേരുണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു മനുഷ്യനെ വഖഫിന്റെ കൈകാര്യകർത്തവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ ആരാണ് വഖഫിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ പള്ളികളും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ രൂപത്തിലുള്ള സ്വത്തുക്കളെ കൊണ്ടു നടക്കേണ്ടത് മൻ ആമന ബില്ലാഹ്, അവർക്ക് 5 തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞു വെക്കുന്നത് മൻ ആമന ബില്ലാഹ്, അവൻ ഒരു വിശ്വാസിയായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തേതായിക്കൊണ്ട് വൽ യൗമിൽ ആഖിർ, അവൻ അന്ത്യനാളിൽ വിശ്വാസമുള്ളവനായിരിക്കണം എന്നാണ്. വഅഖാമസ് സലാ, എങ്ങനെയെങ്കിലും നമസ്കാരമല്ല, ഇഖാമത്തുസ് സലാത്തുള്ള നമസ്കാരം നേരെ ചൊവ്വ നിർവഹിക്കുന്ന മുറപ്രകാരം നമസ്കാരവുമായി മുന്നോട്ട് പോകുന്നവരാണ്. സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ ആ സക്കാത്ത് നൽകുന്നവരുമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അടിസ്ഥാനപരമായി പറയുന്ന ഒരു യോഗ്യതയുണ്ട്. വഖഫുമായി ബന്ധപ്പെട്ട് സ്വത്തുക്കളുമായി അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വവുമായി നടക്കുന്ന ആളുകൾ ഏറ്റവും അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്, വഖഫുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് പറയുന്നത് വലം യഖ്ശ ഇല്ലല്ലാഹ്, വലം യഖ്ശ ഇല്ലല്ലാഹ്, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അല്ലാതെ ഒന്നിനെയും അവൻ ഭയപ്പെടുക എന്നുള്ളതല്ല, അല്ലാഹു അല്ലാതെ മറ്റൊന്നിനെയും അവൻ ഭയപ്പെടരുത് എന്നുള്ളതാണ്. അല്ലാഹുവിനോടുള്ള ഭയഭക്തി കൊണ്ട്, തഖ്വ ബോധം കൊണ്ട് അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനായ ലക്ഷണമൊത്ത മുസ്ലിങ്ങളാണ് വഖഫിന്റെ കൈകാര്യം ചെയ്യേണ്ടത്. അവരാണ് വഖഫുമായി മുന്നോട്ട് പോകേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വഖഫുമായി ഏതെങ്കിലും അർത്ഥത്തിൽ ബന്ധപ്പെടാത്ത ആരാണ് ഈ ഇസ്ലാമിക സമാജത്തിനകത്തുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ട് മദ്രസകളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ നാടുകളിലെ 25,000 വരുന്ന മദ്രസകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന മക്കളിൽ നമ്മുടെ മക്കളുമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ആരാധനാലയങ്ങളിൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പള്ളികളിൽ നമ്മുടെ നമസ്കാരങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പള്ളികൾ മറ്റുള്ളവർ നിർമ്മിച്ചതാണ് എന്ന് നമുക്കറിയാം. ഇനിയൊക്കെ പോട്ടെ, ഒരു മനുഷ്യൻ പറയുകയാണ് ഞാൻ പൂർണ്ണമായ ഇസ്ലാമികമായ സെക്കുലറാണ്, എനിക്ക് ഇസ്ലാമികമായ ആ അർത്ഥത്തിലുള്ള എനിക്കോ എന്റെ കുടുംബത്തിനോ അങ്ങനെയുള്ള ഒരു കടപ്പാടോ
അതുപോലെ തന്നെ ബാധ്യതയോ ഇല്ല എന്ന് അവകാശപ്പെടുമ്പോഴും മുസ്ലിമായ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഏതോ കാലഘട്ടത്തിൽ ഏതോ മനുഷ്യർ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിലാണ് ആ മനുഷ്യർ അടക്കം ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ വഖഫുമായി ബന്ധപ്പെടാത്ത ഒരു മുഅ്മിനും നമുക്കിടയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ വരുന്ന ഈ അർത്ഥത്തിലുള്ള പ്രതിസന്ധികളെ ചെറുക്കുക എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ സമൂഹത്തിനു മുന്നിൽ എണീറ്റ് നിൽക്കുകയാണ് വേണ്ടത്. പ്രതിസന്ധികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കം ചെയ്യുക എന്നുള്ളത് വിവിധങ്ങളായ ഘട്ടങ്ങളിൽ വിവിധങ്ങളായ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചവരാണ് നമ്മൾ. ഇസ്ലാമിലെ സാങ്കേതികപദമായ ജിഹാദിനെ വലിയ അർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളിലൂടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളതായിട്ട് നമുക്കറിയാം. ഹലാൽ വിവാദവുമായ സമയത്ത് അത് അറിയുവാനും അതുമായി പഠിക്കാനും ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ കുറിച്ച് മനസ്സിലാക്കാനും അത് മുഖേന ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കപ്പെടുകയും അത് മുഖേന ഇസ്ലാമിലേക്ക് കടന്നു വന്ന സന്ദർഭങ്ങളും നമുക്കറിയാം. ഇന്ന് വഖഫ് എന്നുള്ളത് ഒരു വിവാദമാണ്. ദേശീയ തലത്തിൽ വലിയ അർത്ഥത്തിലുള്ള വാഗ്വാദങ്ങൾ നമ്മുടെ പാർലമെന്റിനകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഉലമാക്കളും ഉമറാക്കളും അതിനുവേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വഖഫുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ അതിന്റെ മനോഹരമായ സാമൂഹിക നിർമ്മിത രാജ്യത്ത് വലിയ അർത്ഥത്തിലുള്ള പഠനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട സമരങ്ങളിലും പദ്ധതികളിലും ഇടപെടുക എന്നുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ ഇതിനെയെല്ലാം സംരക്ഷിക്കും എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള വലിയ പ്രഖ്യാപനമാണ്. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅതില്ലാഹു ഇലാ അൻ യുതിമ്മ നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. ശത്രുക്കൾ വലിയ അർത്ഥത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കും. പക്ഷേ എല്ലാ പ്രതിസന്ധികളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. എങ്കിൽ ആ പ്രഖ്യാപനത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നന്മയും നീതിയുമുള്ള ആ ഒരു കാലം പുലരുന്നത് വരെ ദീനിന്റെ മാർഗത്തിൽ നിലകൊള്ളുക എന്നുള്ളത് ഞാനും നിങ്ങളുമാകുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനോടുള്ള ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ കാര്യക്ഷമമായി നിർവഹിക്കേണ്ട ബാധ്യതയാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ദീനിനു വേണ്ടി പണിയെടുക്കുന്ന ആ ഒരു ഉത്തരവാദിത്ത ലക്ഷ്യം നിറവേറ്റുന്ന യഥാർത്ഥ സജ്ജനങ്ങളിൽ യഥാർത്ഥ മുഅ്മിനുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അസീമ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.